പറഞ്ഞായിരുന്നു. കാരണം ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കൂടെ അല്ലെങ്കിൽ മുഖനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു റൊമാൻറ്റിക് ആംഗിൾ വർക്ക് ചെയ്യാനുള്ള സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി നേരം ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുള്ള പടങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ ജനറലി ഭയങ്കര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്രഷ് കൈൻഡ് ഓഫ് ഒരു സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ പറയുന്ന കേട്ടിരുന്നു, ഇതിപ്പോൾ എത്രത്തോളം തിയേറ്ററിലെ ആളുകൾ ഇത് ഏറ്റെടുക്കുമെന്നൊരു ഉറപ്പിലാണ് ഞാൻ ഈ സിനിമ ചെയ്തതെന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ലവ് എന്ന് പറയുന്ന ഒരു ബേസിക് പോർഷൻ, റൊമാൻറ്റിക് സ്റ്റോറി അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കോമഡികൾ, സിറ്റുവേഷണൽ ആയിട്ടുള്ള കുറച്ച് കോമഡികൾ, ഒരു ഫീലിംഗ് ഓഫ് നോസ്റ്റാൾജി, ഇതൊക്കെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസുകൾ റിവ്യൂകളെല്ലാം വന്നു തുടങ്ങി. ആൾക്കാർക്ക് പൊതുവെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷം. പക്ഷെ എന്നാലും പൊതുവെ ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ പല സിനിമകളും റിലീസായിട്ടുണ്ട്. ഇപ്പോൾ അമരം തന്നെ റിലീസായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രേക്ഷകരോട് ഇനി ഈ ഒരു സിനിമയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമുക്ക് വന്ന് കാണുന്നത് നല്ല സിനിമയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ സിനിമ നമ്മൾ പറയുന്നത് ക്രെഡിബിലിറ്റി ഓൾറെഡി ക്വസ്റ്റ്യനില്ല. ഇപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ തിയേറ്ററിൽ റിലീസായതുകൊണ്ട് മാത്രം OTT-യിലേക്ക് വരണം എന്ന് തോന്നുന്നില്ല. അപ്പോൾ പല നല്ല സിനിമകളിലേക്ക് വന്നിട്ട് ആൾക്കാർ കാണാതെ അറിയാതെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പടം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് നമുക്ക് ഈ സിനിമയായിട്ട് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ്. പൈസ കൊടുക്കുന്നത്. നല്ലൊരു റൊമാൻസ് ചിത്രമായിട്ട് വീണ്ടും ഞങ്ങളിലേക്ക് എത്തിയതിന് നന്ദി, ഒരുപാട് നന്ദി. ഒരുപാട് ഒരു രാജ്യം